ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പേര് നദീം ലത്തീഫ് എന്നാണ്. കുറച്ചൊരിക്കലൊക്കെ അറിയായിരിക്കും. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ ഈസ് ഇലക്ട്രിക് എന്ന് പറയുന്ന വാട്സാപ്പ് കമ്മ്യൂണിറ്റി, നമ്മളൊരു കമ്മ്യൂണിറ്റി റൈഡ് പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ ക്ഷണപ്രകാരം ബൈജു ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം അതെ അതെ, നമുക്ക് ഒരു വണ്ടി എന്ന് പറയുമ്പോൾ തന്നെ മലയാളത്തിൽ ഒരുവിധം യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ആദ്യം ഓർമ്മ പേര് ബൈജു നായർ എന്നുള്ളതാണ്. അപ്പൊ ഇതിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരാളെ നമുക്ക് ഈ പരിപാടിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടാനില്ല. അപ്പൊ ബൈജു ചേട്ടൻ എന്ന പോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ എൻ്റെ ക്ഷണപ്രകാരം അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഈ കമ്മ്യൂണിറ്റിയുടെ ക്ഷണപ്രകാരം ഇവിടെ റൈഡിനായിട്ട് വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ഇലക്ട്രിക് ഓണേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രിക് വാഹനങ്ങളെ പറ്റി നമ്മുടെ നാട്ടിലെ ആളുകൾക്കുള്ള മിസ്കൺസെപ്ഷൻസ് മാറ്റിയിട്ട് കുറച്ചുകൂടെ ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതേ പറ്റിയിട്ട് ബൈജു ചേട്ടൻ തന്നെ സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നേരത്തെ ഇങ്ങനെ പറയരുത്, ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളുടെ ഒന്നും ഭാഗമായിട്ടല്ലാതെ ഇത്രയും പേര് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഒന്നിച്ചു എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം വാട്ട് ഇസ് ദ ഫ്യൂച്ചർ ഓഫ് ഓട്ടോമൊബൈൽസ് എന്നുള്ള ഒരു സംശയം പൂർണ്ണമായിട്ടും മാറ്റിവെച്ചുകൊണ്ട് ഫ്യൂച്ചർ ഈസ് ഇലക്ട്രിക് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഗ്രൂപ്പാണ് എന്ന് മനസ്സിലായി. അപ്പം ഞാനുമൊക്കെ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ആശങ്കയിലായിരുന്നു എന്താണ് ഫ്യൂച്ചർ എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഇലക്ട്രിക് ആണെന്ന് എനിക്കും ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇടയ്ക്ക് ഇനി ഹൈഡ്രജൻ ഫ്യൂൽ ആയിരിക്കുമോ അങ്ങനെയൊക്കെ സംശയം വന്നെങ്കിൽ അതൊന്നുമല്ല, ഇലക്ട്രിക് തന്നെ ആയിരിക്കും എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പൊ ദിവസവും ഓരോരോ പുതിയ വണ്ടികളുടെയൊക്കെ ഡ്രൈവിന് വിളിക്കുമ്പോൾ അതെല്ലാം ഇലക്ട്രിക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ അൺവീൽ ചെയ്ത ഒരു ഇലക്ട്രിക് സ്കൂട്ടറും ബൈക്കും ഉണ്ട്. 5 മിനിറ്റാണ് ഫുൾ ചാർജിന്. അപ്പോൾ 5 മിനിറ്റാണ് ഫുൾ ചാർജിന് എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം അതിൽ അപ്രസക്തമായി, അതായത് റേഞ്ച് എന്ന് പറയുന്നത് അപ്രസക്തമായി. എവിടെ പോയാലും നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ചെയ്ത് വീണ്ടും ഓടിച്ചു പോകാമെന്ന് പറയുന്ന അവസ്ഥയാണ്. ആ ബൈക്ക് കൊണ്ടുവന്ന കമ്പനി തന്നെ ഒരു കാറും കൊണ്ടുവരാൻ പോകണം, അതിനും 5 മിനിറ്റ്സേ ഉള്ളൂ ഫുൾ ചാർജിന്, 100% ചാർജ്. അപ്പോൾ ആ രീതിയിലേക്കൊക്കെ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഫ്യൂച്ചർ ഇത് തന്നെയാണെന്നുള്ള വ്യക്തമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു തുടക്കത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വാട്സപ്പ് കൂട്ടായ്മ എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇതിൽ നിന്നും നിങ്ങൾക്കല്ല ഇതിന്റെ ഗുണം കിട്ടാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ എല്ലാവരും ഇലക്ട്രിക്കിലേക്ക് മാറുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിൽ പോലും അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഇപ്പോൾ ഈ ചാർജിങ് സെന്റേഴ്സിന്റെ ഒക്കെ ഒരു അപര്യാപ്തതയൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് ഈ അധികാരികളുടെയൊക്കെ ശ്രദ്ധ പതിപ്പിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം ഉണ്ട് കേട്ടോ, അത് ഏറ്റവും അധികം പങ്കിടാൻ പറ്റുന്നത് നിങ്ങളോടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇലക്ട്രിക് വാഹനങ്ങളുടെ ഈ ഇനിഷ്യൽ ടോർക്ക് എന്ന് പറയുന്ന ഒരു പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മളിൽ പലരും, നമ്മൾ ഉൾപ്പെടുന്ന പലരും എങ്ങനെ വണ്ടി ഓടിക്കണം എന്ന് അറിയാത്തവരുമുണ്ട്, വണ്ടി ഓടിക്കാൻ അറിയാന്നുള്ളത് എങ്ങനെ വണ്ടി ഓടിക്കണം എന്ന് അറിയാത്തവരുണ്ട്. അപ്പൊ ഈ എന്താ പൊട്ടന് വരം കിട്ടിയ പോലെ എന്നൊക്കെ പറഞ്ഞ പോലെ ചിലരുടെ കയ്യിലൊക്കെ ഇലക്ട്രിക് വാഹനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ റോഡിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു അവസ്ഥ ഞാൻ എപ്പോഴും ആലോചിച്ച് പേടിക്കാറുണ്ട്. 1-2 വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വളരെ സേഫായിട്ട് ഓടിക്കണം എന്നുള്ളൊരു എന്താ പറയുക, എൻ്റെ ഒരു അപേക്ഷയുണ്ട്. കാരണം ഇത് എങ്ങനെയും തിരികെ പോകാവുന്ന ഏത് തരത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന വാഹനങ്ങളാണ് ഇലക്ട്രിക് വാഹനങ്ങൾ. ഞാൻ അടുത്ത കാലത്ത് ഓടിച്ച് പേടിച്ച ഒരു ഇലക്ട്രിക് വാഹനമാണ് വോൾവോയുടെ XC40 റീചാർജ്. സത്യം പറയാൻ ഞാൻ തന്നെ പേടിച്ചു അത് ഓടിച്ചപ്പോൾ. ഇതെങ്ങനെ അത് പിന്നെ ഉപയോഗിക്കുന്ന കുറച്ചൊരു പ്രീമിയം ആൾക്കാരായതുകൊണ്ട് കുറച്ച് സൂക്ഷിക്കുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ അല്ലാത്ത അവരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ കൈവിട്ടു പോകുന്ന ഒരു സാധനമാണ് ഈ XC40 റീചാർജ് പോലുള്ള വാഹനങ്ങളൊക്കെ. അപ്പൊ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇലക്ട്രിക് മോട്ടറിന്റെ ഒരു ഇൻപുട്ട് വർക്ക് നമുക്ക് എപ്പോഴും അങ്ങനെ കിട്ടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ സേഫായിട്ട് ഓടിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. കൂടാതെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ തീർച്ചയായിട്ടും മുന്നോട്ട് കൂടുതൽ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ നമുക്ക് എന്തായാലും ഭൂമിയെ രക്ഷിക്കാനുള്ളത് ഇനിയെങ്കിലും നമ്മുടെയൊക്കെ ഒരു കടമയായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അപ്പം എല്ലാവർക്കും ഒരു സേഫ് ഡ്രൈവ് ആശംസിക്കുന്നു. അപ്പൊ ഇനി നമ്മള് ഇനിയും ഈ കമ്മ്യൂണിറ്റി ഇങ്ങനെ വളർന്നു വലുതായി ഇതിലും വലിയ പരിപാടികളിലേക്ക് നമ്മൾ ഓർഗനൈസ് വന്നതില് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒരുപാട് താങ്ക്സ്.
കൊച്ചിയിൽ ഇലക്ട്രിക് ബൈക്ക് ഉപയോഗിക്കുന്ന ഒരു കൂട്ടം യുവാക്കൾ ഒരു വാഹന റാലി നടത്തുകയാണ്. കളമശ്ശേരി മുതൽ ക്യൂൻസ് വാക്ക്വേ വരെയാണ് ബൈക്ക് റാലി നടത്തുന്നത്. ഇവർക്ക് ഈ ബൈക്ക് ഉപയോഗിച്ചതിന് ശേഷം കുറേ മാറ്റങ്ങൾ ഉണ്ടായി. ആ മാറ്റങ്ങൾ നാടിനെ കൂടി അറിയിക്കുക എന്നായിരുന്നു ഈ ബൈക്ക് റാലിയുടെ ലക്ഷ്യം. പരിസ്ഥിതിക്ക് പരിക്കില്ല, കീശയും കാലിയാകില്ല. സംസ്ഥാനത്തൊട്ടാകെ കൂടുതൽ ചാർജിംഗ് പോയിന്റുകൾ വന്ന് കൂടുതൽ ഇലക്ട്രിക് ബൈക്കുകൾ ഉപയോഗിക്കാൻ സാധ്യമാകും വിധം നമ്മുടെ നിരത്തുകൾ റെഡിയാകണമെന്ന് തന്നെയാണ് ഈ കൂട്ടായ്മയ്ക്ക് പറയാനുള്ളത്. കൊച്ചിയിൽ നിന്നും കൃഷ്ണകുമാറിനൊപ്പം അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ്. ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. വോളണ്ടിയേഴ്സ് ആണെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പ്രതീക്ഷേനേക്കാളും ഭംഗിയാക്കി നടത്താൻ പറ്റി. അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾ ഓരോരുത്തർക്കുമാണ്. അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, ഇവിടെ അതെ പരിപാടികൾ മാറ്റി വെച്ചിട്ട് ഈ റൈഡിന് വേണ്ടി മാത്രം വന്ന ആളുകളുണ്ട്. അപ്പോൾ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് നടത്താൻ പോകുന്നതൊക്കെ എന്ന് വെച്ചാൽ ഇത് ഗ്രാൻഡ് ആയതുകൊണ്ട് ഇനി ഇതിലും വലിയ പരിപാടിയായിട്ടായിരിക്കും ഇനി നമ്മൾ നടത്താൻ പോവുക. അപ്പോൾ നമ്മൾ നടത്തുമ്പോൾ എല്ലാവരും പങ്കെടുക്കണം. ഇനിയും നമുക്ക് ഈ ഫ്യൂച്ചറീസ് ഇലക്ട്രിക് എന്ന് പറയുന്ന വാട്സാപ്പ് കമ്മ്യൂണിറ്റീനെ കുറച്ചും കൂടെ നമുക്ക് വളർത്തി ഒരു NGO ആക്കി മാറ്റണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പിന്നെ ഈ പ്രായത്തിലും ചെറുപ്പക്കാർ പിള്ളേരെ പോലെ ഓടി നടക്കണം. ഇക്ക എല്ലാവർക്കും ഒരു റോൾ മോഡലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ?